നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 5 പദ്ധതികൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കായി സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിൽ 5000 രൂപ മുതൽ 10000 രൂപ വരെ നിങ്ങൾക്ക് സഹായവും ലഭിക്കും. കൂടാതെ പഞ്ചായത്ത് വഴി ലഭിക്കുന്ന മറ്റ് സഹായങ്ങളുടെ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കാരണം മറ്റുള്ള ആളുകൾക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരണം. എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട ഒരു പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഇത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇന്ന് മിക്ക വീടുകളിലും പ്രമേഹ രോഗികളുണ്ടാവും. പ്രമേഹത്തിന് ഇന്ന് പ്രായപരിധി ഇല്ല. എന്നിരുന്നാൽ തന്നെയും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മിക്കവരിലും ഇന്ന് പ്രമേഹമുണ്ട്. അതിനാൽ തന്നെ പ്രായമായവർക്ക് അവരുടെ ഷുഗർ ലെവൽ പരിശോധിക്കുന്നതിന് വേണ്ടി ലാബുകളിൽ എത്തിച്ചേരുക വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ അവരുടെ ഷുഗർ ലെവൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ് വയോമധുരം പദ്ധതി. പ്രമേഹം പരിശോധിക്കാൻ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നതാണ് ഈ ഒരു പദ്ധതി. BPL വിഭാഗത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ഗ്ലൂക്കോമീറ്ററുകളും പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രിപ്പുകളും നൽകുന്നത്. 2018 ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്ത ആളുകളുമുണ്ട്. ഓരോ വർഷവും പ്രത്യേക അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം അപേക്ഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ ഒരു ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്നതാണ്. മറ്റൊരു സർക്കാരിന്റെ സഹായ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലും അതിനോടനുബന്ധിച്ചുള്ള ചികിത്സയുമാണ് ഈ ഒരു മന്ദഹാസം പദ്ധതിയിലൂടെ നൽകുന്നത്. പല്ല് കൊഴിയുന്ന പ്രായമായെന്ന് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നെ ഈ ഒരു മന്ദഹാസം പദ്ധതിയിലൂടെ പുഞ്ചിരിക്കാനാവും. ലക്ഷ്യം വന്ന പല്ലുകൾ നഷ്ടപ്പെടുന്നത് മുതിർന്ന പൗരന്മാരെ ആരോഗ്യപരമായും മാനസികപരമായും ഏറെ പ്രയാസപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാക്കും. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പരമാവധി 5000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. റേഷൻ കാർഡിൻ്റെയോ BPL സർട്ടിഫിക്കറ്റിൻ്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ്, അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് അപേക്ഷകൾ നൽകേണ്ടത്. അതുപോലെ തന്നെ പലരും ഇന്ന് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കാത്ത നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് സർക്കാരിൻ്റെ നവജീവൻ പദ്ധതി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർ വളരെ കൂടുതലാണ് കേരളത്തിൽ. 50നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്കാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് രൂപം നൽകിയ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് നവജീവൻ. 50,000 രൂപ വരെ ഈ ഒരു പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. മുതിർന്ന പൗരന്മാർക്ക് ജീവൻ പകരുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി നവജീവൻ പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മേൽപ്പറഞ്ഞ പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് 50,000 രൂപ വരെ ബാങ്ക് വായ്പയും വായ്പാ തുകയുടെ 25% വരെ സബ്സിഡി, അതായത് 12,500 രൂപ വരെ സർക്കാർ സബ്സിഡി നൽകും. ഈ സബ്സിഡി നൽകുന്ന 12,500 രൂപ എന്ന് പറയുന്നത് തീർത്തും സൗജന്യമാണ്. ഇത് നിങ്ങൾ തിരിച്ചടക്കേണ്ടതില്ല. വായ്പയുടെ 25% സബ്സിഡി കഴിഞ്ഞുള്ള തുക മാത്രം തിരിച്ചടച്ചാൽ മതി. കാറ്ററിംഗ്, പലചരക്ക് കട, വസ്ത്രവിൽപ്പന ഷോപ്പ്, കുട നിർമ്മാണം, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്, മെഴുകുതിരി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, DTP സെന്റർ, തയ്യൽ ഷോപ്പ്, ഇന്റർനെറ്റ് കഫേ തുടങ്ങി പ്രാദേശികമായി വിജയസാധ്യതയുള്ള സംരംഭങ്ങൾ തുടങ്ങാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിലവിൽ രജിസ്ട്രേഷൻ പുതുക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. ഈ ഒരു പദ്ധതി പ്രകാരം അനുവദിക്കുന്ന വായ്പയിൽ 25% സ്ത്രീകൾക്ക് ലഭ്യമാക്കും. 25% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിനും ലഭ്യമാക്കും. വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0472230139 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നിലവിലുള്ളവർക്ക് 50 വയസ്സ് കഴിഞ്ഞവരും 65 വയസ്സിനും ഇടയിൽ പ്രായപരിധിയുള്ളവരാണെങ്കിൽ വ്യക്തിഗത വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയാത്തവരുമായിരിക്കണം. എഴുത്തും വായനയും അറിഞ്ഞിരിക്കുകയും അങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും നവജീവൻ പദ്ധതി പ്രകാരം വായ്പയ്ക്ക് അപേക്ഷ നൽകാം. ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതിനാൽ ജാമ്യം നൽകേണ്ടതില്ല. വ്യക്തിഗത പദ്ധതിയും ഒന്നിലധികം അപേക്ഷകർ ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങളും ആരംഭിക്കാം. ഓരോ വ്യക്തിക്കും പരമാവധി വായ്പയ്ക്കും സബ്സിഡിക്കും അർഹതയുണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ
അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകണം. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് www.employment.kerala.government.in എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു സഹായ പദ്ധതി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷനായി ഓരോ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി വിതരണം ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹരായിട്ടുള്ള, അതായത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ രേഖകൾ വെച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു പകർപ്പ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട്. പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് അപ്രൂവൽ നൽകുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ ഈ ഒരു പെൻഷൻ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. സംസ്ഥാനത്തെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.